രാജസ്ഥാൻ റോയൽസിൻ്റെയും സഞ്ജു സാംസൻ്റെയും അടുത്ത ലക്ഷ്യം ഇന്ന് നടക്കുന്ന ലക്നൌവിനെതിരായ മത്സരത്തിൽ വിജയിച്ച് പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനം കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതായിരിക്കും. നമുക്കറിയാം പോയിന്റ് ടേബിളിലെ ആദ്യ 2 സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ്. നിലവിൽ 2ാം സ്ഥാനത്തുള്ള KKRുമായി 4 പോയിന്റ് വ്യത്യാസം രാജസ്ഥാനുണ്ട്. LSG 8 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി 4ാമതുണ്ട്. എന്നാൽ മത്സരം അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് കരുതുന്നത്. കാരണം LSG കഴിഞ്ഞ മത്സരത്തിൽ 200-ന് മുകളിൽ സ്കോർ ചേസ് ചെയ്തതാണ്. അതിനാൽ തന്നെ ടോസ് ലഭിച്ചാൽ LSG രാജസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ 250-നും 225-നും ഇടയിൽ ഒരു സ്കോർ നേടേണ്ടത് അത്യാവശ്യമാണ്. കാരണം 250 എന്നത് T20യിൽ നിന്ന് സാധാരണ സ്കോറായി മാറിക്കഴിഞ്ഞു. മാർക്കസ് സ്റ്റോയിനിസ് എന്ന ഓൾറൗണ്ടറാണ് LSGയുടെ വജ്രായുധം. ബാറ്റിങ്ങിൽ സ്റ്റോയിനിസിനെ എത്രയും വേഗം പുറത്താക്കിയാൽ അത് രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാക്കും. കൂടെ നിക്കോളാസ് പൂരൻ്റെ വിക്കറ്റും പ്രധാനപ്പെട്ടതാണ്. രാജസ്ഥാൻ നിരയിൽ പരിക്കിൽ നിന്ന് മുക്തനായ ബർഗർ ഇന്ന് ഇമ്പാക്ട് പ്ലെയറായി തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. LSGക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ തലവേദനയാണ്. സ്പിന്നർ രവി ബിഷ്ണോയി ഫോമിലാകാത്തത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. കൂടാതെ മയാങ്ക് യാദവ് ഇല്ലാത്തതും വലിയ നഷ്ടം തന്നെയാണ്. രാജസ്ഥാനും സഞ്ജുവിനും ടീമിൽ അധികം തലവേദനകളില്ല. ഫോമിലല്ലാത്ത ജുറലിനെ മാറ്റി മറ്റാർക്കെങ്കിലും അവസരം നൽകാൻ സാധ്യതയുണ്ട്. സന്ദീപ് ശർമ്മ ഫോമിലായതും രാജസ്ഥാന് വലിയ അനുഗ്രഹമായിട്ടുണ്ട്. ബോൾട്ടും ബർഗറും ചഹലും കൂടിയാകുമ്പോൾ ബോളിംഗ് നിര അതിശക്തമാണ്. അശ്വിൻ്റെ വിക്കറ്റ് വരൾച്ച കൂടി അവസാനിച്ചാൽ രാജസ്ഥാൻ ബോളിംഗ് വേറെ ലെവലാകും. ഈ IPLൽ അശ്വിന് 1 വിക്കറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അശ്വിൻ 14 വിക്കറ്റ് നേടിയിരുന്നു. എന്നാൽ ഏത് സമയത്തും തിരിച്ചു വരാൻ കഴിവുള്ള ചാമ്പ്യൻ ബോളറാണ് അശ്വിൻ. അതുകൊണ്ട് തന്നെയാണ് താരത്തിന് 11-ൽ സ്ഥിരമായി അവസരം ലഭിക്കുന്നതും. ബാറ്റിങ്ങിൽ ആദ്യ 5 സ്ഥാനക്കാർ വെടിക്കെട്ട് ഫോമിലാണ്. ബട്ട്ലർ, ജയ്സ്വാൾ എന്നിവർ സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു. കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി.